നീ എന്തിനാ കുനിഞ്ഞു നിൽക്കുന്നത്? എൻ്റെ മുഖത്തേക്ക് നോക്കടി, അഫി അലറി. ലക്ഷ്മി വിറച്ചു പോയി. പെട്ടെന്ന് അവൻ്റെ വായിൽ കൈവച്ചു. പ്ലീസ് രാവണ, അച്ചമ്മ കേൾക്കും. അവൻ ആ കയ്യെ തട്ടി മാറ്റി. ആര്? ഞാനാണോ സീതാലക്ഷ്മിയുടെ രാവണൻ? ശബ്ദത്തിൽ ഗൗരവം തന്നെയാണ്. ലക്ഷ്മി ചുണ്ട് കൂർപ്പിച്ച് മൂളി. ഞാൻ നിന്റെ അല്ല സീത. അവളുടെ മുഖം ഇരുണ്ടു. അഫി, വിളിച്ചു പോകരുത്. നിന്റെ സ്വന്തമാണ്. സീതയുടെ പ്രാണനായി നീ എന്നെ കണ്ടിരുന്നേൽ ഇതുപോലെയെല്ലാം മറച്ചു പിടിക്കില്ലായിരുന്നു. എന്തുമാത്രം നുണകൾ. അച്ഛന് വീട്ടിൽ കൃഷിയാണ് ഒന്നാമത്തെ നുണ. പിന്നെ വീട് നിങ്ങളുടെ സ്വന്തമാണ് എന്നത്. എല്ലാം പോട്ടെ, സിദ്ധൂട്ടനെ ഞാൻ എങ്ങനെയാ കണ്ടത്? അവൻ എന്താ അസുഖമെന്ന് ഞാൻ ചോദിച്ചില്ലേ? അതിന് അലർജിയാണെന്ന് പച്ച കള്ളം പറഞ്ഞു. ഈ അടുത്ത ദിവസം കോളേജിലെ കാര്യവും ചോദിച്ചു. അപ്പോഴേലും അവൻ്റെ അസുഖ വിവരം നിനക്കെന്നോട് പറയാമായിരുന്നില്ലേ? ലക്ഷ്മി ദയനീയമായി അഫിയുടെ കവിളിൽ കൈവച്ചു. മാഡത്തെ പേടിച്ച അല്ലാതൊന്നുമില്ല. മാഡം എന്തു പറഞ്ഞാലും അത് തന്നെ. അഫി അവളുടെ കഴുത്തിലേക്ക് നോക്കി. മാല എവിടെ? എന്നെ ഉപേക്ഷിച്ച് പോരുമ്പോൾ അതും വരുന്ന വഴി വീശി എറിഞ്ഞോ? ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല ഫി, അത് മാഡം വലിച്ചു പൊട്ടിച്ചു. അടുത്ത നിമിഷം കവിൾ ഇളകി പോകും മാതിരി ഒരടിയായിരുന്നു. ലക്ഷ്മി ഉറക്കെ കരഞ്ഞുപോയി. അടിയുടെ ആഘാതത്തിൽ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു. നീ സന്തോഷത്തോടെ നിന്നു. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ഓ, അതിന് എന്ത് വിലയാ അല്ലേ സീത? അവൻ ദേഷ്യത്തിൽ ചുവരിൽ ആഞ്ഞടിച്ചു. അങ്ങനെ അല്ല വി, ഞാൻ എൻ്റെ ജീവനാ പോയത്. അപ്പോൾ ആ ഡിവോഴ്സിൽ സൈൻ ചെയ്യുമ്പോഴോ? അവൾ മൗനം പാലിച്ചു. കവിളിൽ അമർത്തി പിടിച്ചു നിൽക്കുന്നത് കണ്ടതും വേദനയോടെ അവൻ തിരിഞ്ഞു നടന്നു. കാറിൻ്റെ കീ എടുത്ത് വേഗത്തിൽ പോവുകയും ചെയ്തു. അഫി നിൽക്ക്. ലക്ഷ്മി വരാന്തയിലെ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങുമ്പോഴേക്കും അവൻ്റെ കാറ് പോയിരുന്നു. റൂമിലേക്ക് കയറും മുന്നെയാണ് ചുവരിൽ ചാരി നിൽക്കുന്ന അച്ചമ്മയെ കണ്ടത്. തെറ്റല്ലേ മോളെ ചെയ്തത്? അച്ചമ്മയും കുറ്റപ്പെടുത്തി. സമയം കടന്നുപോയി. അവൻ്റെ കാറ് വന്ന് മുറ്റത്ത് നിന്നതും അച്ചമ്മയ്ക്ക് ചിരി വന്നു. എന്താണ് ഒരു ചിരിയൊക്കെ? ഇവൻ എന്തിനാ വന്നത് എന്നാണോ? അയ്യോ അല്ല മോനെ, സന്തോഷം കൊണ്ടാ. എൻ്റെ സീതപ്പെണ്ണെവിടെ? ഓ, അത് മോൻ പോയ നേരം മുതൽ ഒരേ കരച്ചില്ല. ഞാൻ പിന്നെ ആശ്വസിപ്പിക്കാനൊന്നും പോയില്ല. പെണ്ണിന് ഇത്തിരി തൻ്റെ ഇടം കൂടുതലാ. അത് വേണ്ടാട്ടോ അച്ചമ്മേ. എൻ്റെ സീത ഒരു പാവക്കുഞ്ഞ. കരച്ചിൽ ദേ ഇപ്പം മാറ്റാം. ഷർട്ടിൻ്റെ സ്ലീവ് ഉയർത്തി വെച്ച് നടന്നതും അച്ചമ്മ അവൻ്റെ കയ്യിൽ പിടിച്ചു. അടിക്കല്ലേ മോനെ, പാവം. ആ കഴുത്തിൽ കിടന്നത് നഷ്ടമായതിൻ്റെ വേദന അതിന് മാത്രമേ അറിയൂ. എനിക്ക് സങ്കടം വന്നപ്പോൾ ചെയ്തു പോയതാ. അവളെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഒരു നിമിഷം എല്ലാം മറന്നു. അഫി കയ്യിലിരുന്ന ഫ്രൂട്ട്സ് അച്ചമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ഞാൻ സിദ്ധൂട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ ഇവിടെ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവൻ റൂമിലേക്ക് കയറിപ്പോയി. ചെക്കൻ്റെ ഒരു കാര്യം, പെണ്ണിനെ മയക്കാൻ കേമം തന്നെയാ. ലക്ഷ്മി ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. സാരി സ്ഥാനം മാറി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇടുപ്പ് ഭാഗം ഇങ്ങ് കാണാം. വാതിൽ തുറന്ന് അടയുന്ന ശബ്ദം കേട്ടതും അവൾ തല ഉയർത്തി നോക്കി. രാവണ ചാടി പിടിച്ചെഴുന്നേറ്റ് ഒരോട്ടമായിരുന്നു. കെട്ടിപ്പിടിക്കാൻ വന്നവൾ എന്തോ ഓർത്ത പോലെ നിന്നു. അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയാണ് അവളെ തരളിതയാക്കുന്നത്. തിരികെ പോയെന്ന് കരുതി പേടിപ്പിച്ചു നീ എന്നെ. കെറുവോടെ അവൻ്റെ നെഞ്ചിൽ വേദനിപ്പിക്കാതെ തല്ലി. വെറും കൈയോടെ പോകാനാണോടി എന്നെ ഉപേക്ഷിച്ച് വന്നവളെ തേടി വന്നത്? ലക്ഷ്മി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സുവർണ നിമിഷം. ആ ആദരങ്ങളെ അവൾ സ്വന്തമാക്കി. അഫിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി. പെരുവിരലിൽ ഉയർന്ന് ഏന്തി വലിഞ്ഞു ചുംബിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിലൂടെ മുടിയിഴകളെ തഴുകുന്നുണ്ട്. തിരികെ അവനും ചുംബിക്കാൻ തുടങ്ങിയതും തടസ്സം പോലെ ഒരു നോട്ടമായിരുന്നു അവളിൽ. അഫി കണ്ണുകൊണ്ട് ചിരിച്ചുപോയി. വന്യമായി അവനെ താലോലിച്ച് ഉണർത്തുന്നുണ്ട് ആ പെണ്ണ്. അവളിലെ പ്രണയത്തെ അവനിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ആദ്യ ചുംബനം. അഫിയുടെ കൈകൾ അവൻ ഏറ്റവും പ്രിയമേറിയതിൽ എത്തി നിന്നു. ചെറുനോവോടെ അവൾ അകന്നു മാറി. അവൻ്റെ പ്രണയം നിറഞ്ഞ കണ്ണുകൾ. ലക്ഷ്മി ബെഡിലായിരുന്നു. പതിയെ മലർന്നു കിടന്നു. അവനെ ഇമ ചിമ്മാതെ നോക്കി. ആദ്യത്തെ ഹൂക്കിനെ അവൾ അടർത്തി മാറ്റി. രണ്ടാമത്തേത് മാറ്റും മുന്നേ അവൻ ആ കയ്യിൽ പിടിച്ചു. വേണ്ട, എനിക്ക് പറ്റില്ല. ഞാൻ തളർന്നു പോകും സീത. പിന്നെ രാവണനെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയില്ല.
ലക്ഷ്മി അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി ചേർന്നു. സാരമില്ല അഫി, എനിക്ക്. അവൻ്റെ കൈയെടുത്ത് വയറ്റിലേക്ക് ചേർത്ത് വെച്ചു. ഈ അഭിമന്യുവിനെ പോലെ ഇതേ വീറും വാശിയും കുറുമ്പും കുസൃതിയുമുള്ള ഒരു കുഞ്ഞു പൂമ്പാറ്റെ വേണം പോലെ തോന്നുക. അഫി ചിരിച്ചു. ഇതേ സ്വഭാവമാണേൽ സ്വല്പം പാടുപെടും. അതുകൊണ്ട് ഈ സീതപ്പെണ്ണിനെ പോലെ മതി. ലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു. അതിന് ചുന്ദരിവാവ വരും മുന്നേ നമ്മൾ പിരിയില്ലേ അഫി? അവൻ എഴുന്നേറ്റിരുന്നു. മുന്നിൽ തന്നിലെ വികാരങ്ങൾ ഉണർത്താൻ പാകത്തിന് കിടക്കുന്നവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു. ഇടുപ്പിൽ പിച്ചി അവൾ ഒന്ന് ചുരുണ്ട് കിടന്നു. അഫി എഴുന്നേറ്റ് അവൻ കൊണ്ടുവന്ന ഹാൻഡ് ബാഗ് തുറന്നു. ഇത് ആ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാ, വായിച്ചു നോക്ക്. അതിലെ ഓരോ പോയിൻറ്സും വായിക്കുമ്പോൾ ആ ചുണ്ടിലെ പുഞ്ചിരിയിൽ മാത്രം നോക്കി അടുത്ത് ചേർന്ന് അഫി ഇരുന്നു. ഈ ഒരു വർഷത്തിനിടയ്ക്ക് നീ പ്രഗ്നൻ്റ് ആയാൽ നമുക്കിടയിലേക്ക് ഒരതിഥി കൂടി വന്നാൽ പിന്നെ ഈ പേപ്പറിന് വാല്യൂ ഇല്ല. കാരണം ആ കുഞ്ഞ് അച്ഛനില്ലാതെ വളരണ്ട, അതും ഞാൻ ജീവിച്ചിരിക്കെ. ചെവിയെ നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ലക്ഷ്മി അഫിയെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് മറഞ്ഞു. അവന് മേലെ സ്ഥാനം പിടിച്ചു. അഫി നെഞ്ചിലെ രോമകൂപങ്ങളെ തഴുകിക്കൊണ്ട് ഇടയ്ക്ക് വിളിക്കും. അവൻ തല താഴ്ത്തി. എന്താ പെണ്ണെ? അവളിൽ കുസൃതി ചിരി. ഓ, PS എന്നെ പ്രേരിപ്പിക്കുവാണ്. ആയിക്കോട്ടെ. നടക്കത്തില്ല. അവൾ മുഖം വീർപ്പിച്ചു. എൻ്റെ സീത, നീ ബാക്കിയുള്ള ദിവസങ്ങളുടെ കണക്കൊന്നും നോക്കണ്ട, എല്ലാം സമയം പോലെ തരാടി. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും ചുവന്ന തൊടുത്ത മുഖം ആ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെച്ചു. എന്തിനാ എൻ്റെ സീതക്കുട്ടി മമ്മയെ കാണാൻ ഇന്ദ്രൻ്റെ വീട്ടിൽ പോയത്? അവിടെ എന്താ സംഭവിച്ചത്? ലക്ഷ്മി പെട്ടെന്ന് ബെഡിലേക്ക് മാറി പുറം തിരിഞ്ഞു കിടന്നു. എടി എന്താ? അവനിൽ ചെറിയൊരു വെപ്രാളം. പിന്നിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്നവനെ പിടിച്ചു തള്ളി. ഞാനന്ന് ആ കാര്യം പറയാൻ വന്നപ്പോൾ ഈ രാക്ഷസൻ എന്താ പറഞ്ഞേ? നീ പറയുന്നത് ഞാൻ ഇനി കേൾക്കില്ല. എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് വിഡ്ഢിയായിന്ന്. അതുകൊണ്ട് ഇനി അതറിയണ്ട. എൻ്റെ പൊന്നു പെണ്ണെ, നീ പറയുന്നത് കേട്ട് നിന്നിരുന്നേലേ മമ്മയുടെ വക്കീലിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കൊച്ചിനെ അവർ കൂട്ടിയിട്ട് പോയേനെ. പിന്നെ എല്ലാം ഗോവിന്ദ. അവൾ എഴുന്നേറ്റിരുന്നു. ആ കൊച്ചിനെ അഫിക്കെന്തിനാ? ആ കൊച്ചിനെ വെച്ചല്ലേ എഗ്രിമെൻ്റ് മാറ്റിയത്? അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ആകാംക്ഷ കൂടി. ഞാനേ ആ ചെക്കനെ അങ്ങ് പൊക്കി. വക്കീലിന് ഇതൊന്നേ ഉള്ളൂ. അവസാനം എൻ്റെ വക്കീൽ എഗ്രിമെൻ്റ് എഴുതി. മമ്മയുടെ വക്കീൽ അത് വീട്ടിൽ കൊണ്ടുവന്നു. ഷോ, എന്നാലും അത് വേണമായിരുന്നോ അഫി? ആ കുഞ്ഞിനെ കാണാതെ അവരെത്രമാത്രം സങ്കടപ്പെട്ട് കാണും. വക്കീലാണേലും അവർക്കും ഹൃദയമില്ലേ? ആ ഹൃദയം നോക്കിയിരുന്നാലേ എൻ്റെ ജീവൻ അങ്ങ് പോകും. ഞാൻ ആ കൊച്ചിനെ ഒന്നും ചെയ്തില്ല. ആ ചെക്കൻ എന്നെയാ മുടിപ്പിച്ചത്. ഐസ്ക്രീം, ചോക്കോബാർ എല്ലാം തട്ടിവിട്ടു ഒറ്റ ഇരിപ്പിൽ. ലക്ഷ്മി വായ പൊത്തി ചിരിച്ചു. ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഒരു വിശാല മനസ്സുകാരി വന്നിരിക്കുന്നു. നിധിക്ക് അന്ന് രാവിലെ ഒരു കോള് വന്നു. അവളുടെ ഡാഡിയാ വിളിച്ചത്. അവൻ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ലക്ഷ്മിയെ വാരി പിടിച്ചു ചേർത്തു. മാഡത്തിന് ക്യാൻസറാണ് എന്ന് പറഞ്ഞു. എന്താ? അഫിയുടെ ഒച്ച ഉയർന്നു. ഈ അസുഖം ആരേലും കള്ളം പറയൂ അഫി? ഞാൻ വിശ്വസിച്ചു. മാഡത്തിൻ്റെ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയാ അഫിയെയും കൊണ്ട് US പോയത്. വർമ്മ സാർ അറിഞ്ഞാൽ സങ്കടപ്പെടും. അതുകൊണ്ട് അസുഖം മറച്ചു വെച്ചു. 2 മക്കളെയും കൊണ്ട് പോയാൽ സാറ് തകർന്നു പോകും. അതുകൊണ്ടാണ് അഫിയെ കൊണ്ടുപോയതും ആദ്യേട്ടനെ അകറ്റി നിർത്തിയതും എന്നൊക്കെ പറഞ്ഞു. മന്ദബുദ്ധി. അഫി അവളുടെ തലയിൽ കൊട്ടി. ഞാൻ പോയി വിളിച്ചാൽ ഒരുപക്ഷെ വന്നാലോ എന്ന് കരുതി. നിധിയെയും കൂട്ടി പോയി. പക്ഷേ ട്രാപ്പായിരുന്നുവെന്ന് അവിടെ ചെന്നതിന് ശേഷം മനസ്സിലായത്. എന്താ, അവർ നിന്നെ ഉപദ്രവിച്ചോ? ഏയ് ഇല്ല. ഈ വീടിന് പുറത്ത് ഗുണ്ടകൾ നിൽക്കുന്നത് വീഡിയോ കോൾ വഴി കാണിച്ചു തന്നു. ഞാൻ മാഡത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ എന്നെ ചവിട്ടി. പിന്നെ ഈ ഡിവോഴ്സിൻ്റെ കാര്യവും പറഞ്ഞു. സൈൻ ചെയ്യുന്നതുവരെ ആ ഗുണ്ടകൾ വീടിൻ്റെ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫോട്ടോസ് ഇടയ്ക്ക് അയച്ചു തന്നു. എന്നാലും രണ്ടും കൽപ്പിച്ച് അഫിയോട് പറയാം എന്ന് തീരുമാനിച്ചപ്പോൾ ഇയാൾ അത് കേട്ടതുമില്ല. അവൻ തല താഴ്ത്തി ആ നെറ്റിയിൽ ചുണ്ടമർത്തി. എന്താടി, സിന്ദൂരവും വേണ്ടാന്ന് വെച്ചോ? അതില്ലാതെ കാണാൻ ഒരു രസമില്ല സീത. ലക്ഷ്മി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. പൂജാമുറിയിൽ നിന്നും സിന്ദൂരവും കൊണ്ട് കയറി വന്നു. തൊട്ടു തരുമോ രാവണ?
അഫി തല വിലങ്ങനെ ചലിപ്പിച്ചു. വേണ്ട, നീ തന്നെ വെച്ചോ. അവൾ സങ്കടത്തിൽ തല താഴ്ത്തി. പ്ലീസ് ലക്ഷ്മി. ശബ്ദം കനത്തു. വിഷമത്തോടെ ആണേലും ഒരു നുള്ളു സിന്ദൂരം നെറ്റിയിൽ തൊട്ടു. കണ്ണാടി വഴി അവനെ നോക്കി. ആ മാല മാഡം തരില്ല അല്ലേ അഫി? അവൻ മറുപടിയൊന്നും പറയാതെ തൻ്റെ ബാഗിലേക്ക് തന്നെ നോട്ടം ഉറപ്പിച്ചിരുന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. പോകാം ലച്ചുമ, എനിക്ക് വയറ് വിശക്കുന്നു. ലക്ഷ്മിയും അച്ചമ്മയും കഞ്ഞിയും പയറ് തോരനുമാണ് കഴിച്ചത്. അവൻ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിച്ചാ വിശപ്പ് മാറുമോ മോളെ? അച്ചമ്മ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ലക്ഷ്മി കൈമലർത്തി. ദേവകിയമ്മ കിടക്കാനായി പോയി. അച്ചമ്മേ, നാളെ വെളുപ്പിന് പോകണം കേട്ടോ. അങ്കിളിനും സിദ്ധൂട്ടനും ടെൻഷൻ കാണും. പിന്നെ കീർത്തന ഉള്ളതാണ് ഒരാശ്വാസം, അഫി പറഞ്ഞു. ലക്ഷ്മി നന്ദിയോടെ അവൻ്റെ അരികിൽ ചേർന്ന് നിന്നു. താങ്ക്സ്. ഞാൻ എന്താ അഫി പറയേണ്ടത്? ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അഫി തക്ക സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കുടുംബം, സിദ്ധൂട്ടൻ്റെ സർജറിയും നടക്കില്ലായിരുന്നു. അവൻ ചെറുചിരിയോടെ അവളെ വാരിയെടുത്തു. ഞാനത് പിന്നെ പറയാം ലച്ചുമ. പറ്റില്ല അഫി, പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം എന്തിനാ പറഞ്ഞേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അവൻ കുറുമ്പോടെ മീശ കടിച്ചു. പേടിക്കുന്ന കാര്യമാണ്. എന്താന്ന് വെച്ചാലേ, ആ നീണ്ട കഴുത്തിൽ മുഖമമർത്തി. ഞാൻ നിന്നിൽ എങ്ങനെയോ അതുപോലെ എനിക്ക് തിരികെ വേണം. ലക്ഷ്മിക്ക് ശ്വാസം പുറത്തേക്ക് വരാത്തതുപോലെയായി. കണ്ണും തള്ളി വായ തുറന്നു പിടിച്ച് അവനെ നോക്കി. ആ കണ്ണിലെ ഭാവമാണ് അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. സമ്മതം പോലെ മൂളി. അഫി വലത് കൈ നീട്ടി. അവൾ അതിൽ അതരങ്ങൾ ചേർത്ത് അമർത്തി മുത്തി. രാവണൻ്റെ ഉള്ളം തുടികൊട്ടി.